മക്കളെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മാനൂഫ്. മക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഡെപ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുള്ള സെൽമ ലാഗർലോഫിന്റെ ഒരു അടിപൊളി മെമ്മോയർ ഉണ്ടല്ലോ, അതിൽ നിന്ന് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന്, ഈ സെൽമ ലാഗർലോഫ് നോബൽ സമ്മാനം വാങ്ങാൻ വേണ്ടിയിട്ട് നോബൽ സമ്മാന വേദിയിലേക്ക്, സ്വീഡനിലെ ആ വേദിയിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങളാണ് അവളെ എന്ത് ചെയ്യാൻ ആ വേദിയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ട വ്യക്തി അല്ലെങ്കിൽ ഉദ്യോഗസ്ഥനെന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾ അവരെ ക്ഷണിച്ചുകൊണ്ടും അവരെ പരിചയപ്പെടുത്തിക്കൊണ്ടും നടത്തുന്ന ഒരു അനൗൺസ്മെന്റ് ആണ് നമ്മൾ ഫസ്റ്റ് തന്നെ പഠിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു അനൗൺസ്മെന്റ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഈ ഒരു സെൽമ അവളുടെ സുഹൃത്തിന് അയക്കുന്ന ഒരു കത്തും, ഇതുപോലെ തന്നെ സെൽമ ആ ഒരു നോബൽ സമ്മാനം കിട്ടിയതിന് ശേഷം അല്ലെങ്കിൽ ആ ഒരു വാർത്ത അറിഞ്ഞതിന് ശേഷം അവൾ എഴുതുന്ന ഒരു ഡയറി, ഇത്രയും നോട്ടുകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പെട്ടെന്ന് ചെയ്യാം, നമുക്ക് വളരെ കുറച്ച് സമയങ്ങളേ ഉള്ളൂ. സോ നമ്മൾ ചോദ്യം പഠനമുണ്ട്, ചോദ്യം ഒന്ന് വായിച്ചു നോക്കുക. സോ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം, ബോക്സ് വരച്ചിട്ട് ഇതാ ഇവിടെ എഴുതണം അനൗൺസ്മെന്റ്. ഓക്കെ, ഓരോന്നായിട്ട് കറക്റ്റായിട്ട് പഠിച്ചു വെക്കണം, വളരെ കുറച്ച് കാര്യമുള്ളൂ. എന്നിട്ട് ഇതാ യുവർ മെജസ്റ്റീസ്, യുവർ റോയൽ ഹൈനസ്, എസ്റ്റീംഡ് നോബൽ പ്രൈസ് ലോറേറ്റ്സ്. നോബൽ പ്രൈസ് ലോറേറ്റ്സ് എന്നാൽ നോബൽ സമ്മാന ജേതാക്കൾ കേട്ടോ. എക്സലൻസി, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അഭിസംബോധന ചെയ്യുക, അതായത് ഈ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത് കേട്ടോ. ദെൻ ഓൺ ബിഹാഫ് ഓഫ് ദ നോബൽ ഫൗണ്ടേഷൻ, ഇറ്റ് ഈസ് മൈ ഗ്രേറ്റ് ഓണർ ആൻഡ് പ്ലഷർ ടു വെൽക്കം അവർ ക്വീൻ ഓഫ് ലിറ്ററേച്ചർ മിസ്സിസ് സെൽമ ലാഗർലോഫ്, ദ നോബൽ ലോറേറ്റ് ഇൻ ലിറ്ററേച്ചർ ഓഫ് ദിസ് ഇയർ. അപ്പോൾ എന്താ പറഞ്ഞേ, നോബൽ അക്കാദമിയുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ നമ്മുടെ സാഹിത്യത്തിൻ്റെ രാജ്ഞിയായിട്ടുള്ള സെൽമ ലാഗർലോഫ് അവരാണ് ഈ ഒരു വർഷത്തെ നോബൽ സമ്മാനം, സാഹിത്യത്തിൻ്റെ നോബൽ സമ്മാന ജേതാവായിട്ടുള്ളത്. അവരെ ഈ ഒരു വേദിയിലേക്ക് ക്ഷണിക്കാൻ ഞാൻ എന്ത് ചെയ്യുന്നു, നിയോഗിക്കപ്പെട്ടതിൽ എനിക്ക് വലിയ ഓണർ, വലിയ ബഹുമതിയുണ്ട്, അല്ലെങ്കിൽ ബഹുമാനമായി ഞാൻ കരുതുന്നു എന്ന് പറയാണ്. ദെൻ ഷീ ഈസ് ദ ഫസ്റ്റ് വുമൻ ടു വിൻ നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ. ഇവളാണ് സാഹിത്യത്തിനുള്ള ആദ്യത്തെ സമ്മാനം, നോബൽ സമ്മാനം നേടിയിട്ടുള്ള വനിത. നമ്മൾ അവരെ പരിചയപ്പെടുത്തല്ലേ. ദെൻ ഷീ ഈസ് ബേസിക്കലി എ ടീച്ചർ, കംസ് ഫ്രം മർബാക്ക ഇൻ സ്വീഡൻ അല്ലേ. അതായത് അവളുടെ സ്ഥലമാണ് ഇവിടെ പറയുന്നത്. അവൾ യഥാർത്ഥത്തിൽ ഒരു ടീച്ചറാണ്, എഴുത്തുകാരി എന്നതിലുപരി ഒരു ടീച്ചറും കൂടിയാണ്. അപ്പോൾ അവൾ വരുന്നത് സ്വീഡനിലെ തന്നെ മർബാക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തു നിന്നാണ്. ദെൻ ഹെർ നോട്ടബിൾ വർക്ക്സ് ആർ ദ സ്റ്റോറി ഓഫ് ഗോസ്റ്റാ ബെർലിംഗ്, അതേപോലെ തന്നെ ഇൻവിസിബിൾ ലിങ്ക്സ്. അവളുടെ രണ്ട് കഥയുടെ പേരും ചുമ്മാ മെൻഷൻ ചെയ്യുക, ഇതൊക്കെ അവൾ എഴുതിയ പുസ്തകങ്ങളാണെന്ന്. പിന്നെ ലെറ്റ് us give her a warm welcome with a louder applause. നമുക്ക് വലിയൊരു കയ്യടികളോടെ അവളെ സ്വീകരിക്കാം. എന്താണ്, ഐ പ്രൗഡ്ലി ഇൻവൈറ്റ് മിസ് സെൽമ ലാഗർലോഫ് ടു ദിസ് auspicious stage to receive the Nobel Prize in Literature for the year 1909. അപ്പോൾ 1909 ഈ ഒരു നോബൽ സമ്മാനം, സാഹിത്യത്തിൻ്റെ നോബൽ സമ്മാനം സ്വീകരിക്കുന്നതിനായി ഞാൻ സെൽമ ലാഗർലോഫിനെ ഈ ഓസ്പീഷ്യസ് സ്റ്റേജിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു വലിയ ഗംഭീരമായിട്ടുള്ള ഈ ഒരു സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ഇത്ര എഴുതി കഴിഞ്ഞാൽ മക്കളെ അനൗൺസ്മെന്റ് ആയി. ഒരു 5 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് എഴുതി കൊടുക്കുക. സിമ്പിൾ അല്ലേ? ഓക്കെ, എന്നാൽ പിന്നെ ലൈക്കൊക്കെ അടിച്ചുകൊണ്ട് കേട്ടോ, ഷെയറും ചെയ്തുകൊണ്ട്. സോ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഡയറിയും കൂടി നോക്കാം പെട്ടെന്ന് കേട്ടോ. മക്കളെ, ഇതാണ് നമ്മുടെ സെൽമയുടെ ഡയറി. നോബൽ സമ്മാനം കിട്ടിയതിന് ശേഷം അവൾ എഴുതുന്ന ഒരു ഡയറിയാണ്. സോ ഡയറിയിൽ നമ്മൾ സ്ഥിരമായിട്ട് എഴുതുന്ന പോലെ ഡേറ്റ് എഴുതുന്നു. ഡേറ്റ് എഴുതുമ്പോൾ മാസത്തിൻ്റെ പേര് എഴുതുക, ദിവസം എഴുതുക, ബോക്സ് വരയ്ക്കുക. എന്നിട്ട് നമ്മൾ തുടങ്ങുകയാണ്. ഇറ്റ് വാസ് ദ മോസ്റ്റ് മെമ്മറബിൾ ഡേ ഇൻ മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിൽ അവിസ്മരണീയമായ ഒരു ദിവസമാണ്. ദെൻ ഹൗ ക്യാൻ ഐ ഫോർഗെറ്റ് ടുഡേ, ഇന്നത്തെ ദിവസം എനിക്ക് എങ്ങനെ മറക്കാനാവും, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടേക്കണ്ട കേട്ടോ. ദെൻ ഐ വൺ ദ ഗ്രേറ്റ് നോബൽ പ്രൈസ്, ഞാൻ ആ മഹത്തായ നോബൽ പുരസ്കാരം നേടിയിരിക്കുന്നു, ഒരു ആശ്ചര്യചിഹ്നമൊക്കെ ഇടുക. ദെൻ ഐ എം ദ ഫസ്റ്റ് വുമൻ ടു വിൻ നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ, സാഹിത്യത്തിനുള്ള ആദ്യത്തെ നോബൽ സമ്മാനം കിട്ടിയ വനിതയാണ് ഞാൻ. ഐ സ്റ്റിൽ കനോട്ട് ബിലീവ് മൈസെൽഫ് ദാറ്റ് ഐ വൺ ദാറ്റ്, എനിക്കിത് നേടാൻ കഴിഞ്ഞു എന്ന് എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല ഇപ്പോഴും. ദെൻ ഓ ഗോഡ് യു ആർ സോ ഗ്രേറ്റ്, ദൈവമേ നീ വലിയ മഹാനാണ്. ദെൻ ഐ നെവർ എക്സ്പെക്റ്റഡ് സച്ച് എ ഗ്രേറ്റ് ഓണർ, ഇത്രയും വലിയൊരു പുരസ്കാരം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഇറ്റ് വാസ് ബിക്കോസ് ഓഫ് മൈ ഫാദർ ആൻഡ് മദർ, ഇത് തീർച്ചയായും എൻ്റെ അച്ഛൻ്റെയും അമ്മൻ്റെയും ഫലമായിട്ടാണ്. എന്തുകൊണ്ടാണ്? ഹു ഷേപ്ഡ് മൈ ലൈഫ് ആൻഡ് പ്രേഡ് ഫോർ മൈ ഫ്യൂച്ചർ, എൻ്റെ ഭാവിക്ക് വേണ്ടി അവരാണ് എൻ്റെ ജീവിതത്തെ രൂപപ്പെടുത്തിയത്. ദെൻ നൗ ഐ ആം റിയലി ഓവർവെൽമഡ് വിത്ത് എ മിക്സ്ചർ ഓഫ് ഇമോഷൻസ്, ഒരുപാട് പലതരത്തിലുള്ള വികാരങ്ങൾ കൊണ്ട് ഞാൻ നിറഞ്ഞിരിക്കുകയാണ്. ദെൻ മൈ ഹാർട്ട് ഈസ് ഫിൽഡ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ് ടു എവറി വൺ ഹു വിഷ്ഡ് ആൻഡ് പ്രേഡ് ഫോർ മൈ സക്സസ്, എൻ്റെ ജീവിത വിജയത്തിന് വേണ്ടിയിട്ട് എനിക്ക് പ്രാർത്ഥിച്ചവരും എന്നെ സപ്പോർട്ട് ചെയ്തവരുമായ എല്ലാവരോടും ഞാൻ കടപ്പെട്ടിരിക്കുകയാണ്. മൈ ഫാദർ വിൽ ഹാവ് ബീൻ ഹാപ്പി ഫ്രം ഹെവൻ ദാറ്റ് ഐ ഹാവ് വൺ ദ നോബൽ പ്രൈസ്. അപ്പോൾ ഇവിടെ അച്ഛൻ മരിച്ചതാണല്ലോ, അപ്പോൾ ഈ ഒരു നോബൽ പ്രൈസ് ഞാൻ നേടിയതറിഞ്ഞ് എൻ്റെ അച്ഛൻ തീർച്ചയായിട്ടും സ്വർഗ്ഗത്തിലിരുന്ന് സന്തോഷിക്കുന്നുണ്ടാവും. ദെൻ ഹൗ ക്യാൻ ഐ റീപേ ദ ഡെബ്സ്, എങ്ങനെയാണ് ഞാൻ ഈ കടങ്ങളൊക്കെ തിരിച്ചടയ്ക്കുക, അതായത് ഈ ഒരു നന്ദിയില്ലേ, മൈ ഡെബ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, എൻ്റെ ഈ നന്ദിയുടെ അല്ലെങ്കിൽ കടപ്പാട് അല്ലേ. ഐ എം ഡീപ്ലി ഡെപ്റ്റഡ് ടു മൈ സോൾമേറ്റ് എസെൽഡ ഹു ട്രൈഡ് ടു ഓപ്പൺ ഡോർസ് ഫോർ മീ വേർ നോ വൺ ഡയർഡ് ടു ബിലീവ് ഇൻ മീ, ആരും എന്നെ വിശ്വസിക്കാതിരുന്ന സമയത്ത് എൻ്റെ കൂടെ നിന്ന് എൻ്റെ എസെൽഡ എന്ന് പറഞ്ഞ എൻ്റെ കൂട്ടുകാരോട് ഞാൻ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. ഐ എം ഗ്രേറ്റ്ലി ഇൻഡപ്റ്റഡ് ടു മൈ റീഡേഴ്സ് ടു, എൻ്റെ വായനക്കാരോട് ഞാൻ വളരെ കടപ്പെട്ടിരിക്കുന്നു. ആൻഡ് മോസ്റ്റ് ഓഫ് ഓൾ ഐ എം ഇൻഡപ്റ്റഡ് ടു ദ അക്കാദമി ഫോർ ദെയർ ട്രസ്റ്റ് ടു മീ ടു ഗിവ് ദിസ് ഓണർ, എനിക്ക് ഒരു അവാർഡ് നൽകാൻ വേണ്ടി എന്നെ തിരഞ്ഞെടുത്ത ഈ ഒരു അക്കാദമി, നോബൽ അക്കാദമിയോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഇറ്റ് വാസ് റിയലി എ വണ്ടർഫുൾ ഡേ ഫോർ മീ, ഇത് തീർച്ചയായും എന്നെ സംബന്ധിച്ചോളം വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു ദിവസമാണ്. ദെൻ ഗോഡ് ബ്ലസ് എവരി വൺ, എല്ലാവരെയും ദൈവം രക്ഷിക്കട്ടെ. ഈ പറഞ്ഞിട്ടുള്ള ഡയലോഗുകളൊക്കെ കംപ്ലീറ്റ് നിങ്ങൾക്ക് ഡയറിയിൽ മാത്രമല്ല മക്കളെ, ഈ
ഈ സൽമ ഒരു നന്ദി പ്രസംഗം, ഈ നോബൽ സമ്മാനം മേടിച്ചതിന് ശേഷം ഒരു പ്രസംഗം നടത്തുകയാണെങ്കിൽ ആ പ്രസംഗത്തിൽ നിങ്ങൾക്ക് ഇതേ സാധനം തന്നെ നടത്താം. അപ്പോൾ നിങ്ങൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് എന്ത് ചെയ്യണം, നേരത്തെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ അനൗൺസ്മെൻറ്റ് രീതിയിലെ അനൗൺസ്മെൻറ്റിൽ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തില്ലേ, യുവർ ഹൈനസ് എക്സലൻസീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഹെഡിങ് കൊടുക്കുക, ആ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. എന്നിട്ട് ഈ ഡയറി ഇതേമാതിരി എഴുതി വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തിൻ്റെ മാർക്കും കിട്ടും, ഈ ഒരു സ്പീച്ചിൻ്റെ മാർക്കും കിട്ടും. ഓക്കെ, അപ്പം ഒരൊറ്റ വെടിക്ക് നമുക്ക് പല പക്ഷികളെ പിടിക്കാൻ കഴിയില്ലേ. അപ്പോൾ എല്ലാവരും ഇതുപോലെ നല്ല ട്രിക്കുകളിലൂടെ മാർക്ക് മേടിക്കുക. മക്കളേടാ, നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഡെപ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞുള്ള ചാപ്റ്ററിൽ സൽമ, അതായത് നോബൽ സമ്മാനം നേടിയിട്ടുള്ള ആ ഒരു വനിത, അവളുടെ സുഹൃത്തായ എസൽഡേക്ക്, അവളെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത ഒരു സുഹൃത്താണ് എസൽഡേ, അവൾക്ക് അയക്കുന്ന ഒരു നന്ദി സൂചകമായിട്ടുള്ള ഒരു കത്താണ്, ഒരു ഡെപ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നാണ് പറഞ്ഞല്ലേ. അപ്പോൾ ആ ഒരു നന്ദിയൊക്കെ അറിയിച്ചുകൊണ്ടുള്ള ഒരു കത്താണ് നിങ്ങൾക്ക് ഇവിടെ എഴുതാൻ തന്നിട്ടുള്ളത്. അപ്പോൾ കത്തിൻ്റെ ഫോർമാറ്റും എങ്ങനെയാണ് കത്ത് എഴുതാനൊക്കെ ശരിക്കും പഠിച്ചോ. നല്ല ഫ്രഷ് പേജ് എടുത്തിട്ട് വേണം മക്കൾ കത്ത് എഴുതാൻ കേട്ടോ. കത്തിന് നമ്മൾ ഇതേമാതിരി ഒരു ബോക്സ് വരയ്ക്കുന്നു, എന്നിട്ട് റൈറ്റ് സൈഡിലോ ലെഫ്റ്റ് സൈഡിലോ എഴുതാം, റൈറ്റ് സൈഡിൽ എഴുതി അത്രയും നല്ലേ. ഓക്കെ, എന്നിട്ട് നമ്മൾ വീട്ടുപേര് എഴുതുന്നു, സൽമയുടെ അഡ്രസ്സ്, കത്ത് അയക്കുന്ന ആളുടെ അഡ്രസ്സാണ് എഴുതേണ്ടത്. പിന്നെ ഒരു സ്ഥലത്തിന് പേര് എന്തെങ്കിലും എഴുതിയാൽ മതി, ഇതെന്നെ കാണാതെ പഠിച്ചോളൂ. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു സ്വീഡൻ എഴുതുന്നു. എന്നിട്ട് പിന്നെ ഒരു ചുമ്മാ ഒരു പിൻ നമ്പർ, ഒരു 02 07 എന്തെങ്കിലും എഴുതുക. പിന്നെ നമ്മൾ ഡയറിയിലൊക്കെ എഴുതുന്ന പോലെ ഡേറ്റ് എഴുതുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ ആളുടെ പേര് അഭിസംബോധന ചെയ്യാണ്. സല്യൂട്ടേഷൻ, മൈ ഡിയർ SLD, മൈ ഡിയർ ഫ്രണ്ട് എന്നൊന്നും എഴുതരുത്, നമ്മൾ സുഹൃത്തുക്കളെ എന്നല്ലല്ലോ വിളിക്കല്, പേരല്ലേ. അപ്പോൾ മൈ ഡിയർ SLD എന്ന് എഴുതിയിട്ട് കോമഡ മറക്കരുത് കേട്ടോ. ഇനി നമ്മളൊരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നു. ഹൗ ആർ യു മൈ ഡിയർ, ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ, ഐ ആം ഓൾസോ ഓക്കെ ഹിയർ. എന്താ സുഖമല്ലേ എന്ന് വെച്ചിട്ട് എനിക്ക് ഇവിടെ സുഖം തന്നെ എന്ന് പറഞ്ഞാൽ അത്ര മതി. ഓക്കെ, ഇനി നമ്മൾ ഡയറക്റ്റ് മാറ്ററിലേക്ക് കിടക്കുകയാണ്. ഡിയർ, ഐ എം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു ഷെയർ ആൻ ഇമ്പോർട്ടൻറ്റ് മാറ്റർ വിത്ത് യു. ഒരു പ്രധാനപ്പെട്ട കാര്യം നിന്നോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കത്ത് എഴുതുന്നത്. എന്താ, ഐ ഹോപ്പ് യു ന്യൂ ദാറ്റ് ഐ വൺ ദ നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ദിസ് ഇയർ. ഈ വർഷത്തെ നോബൽ സമ്മാനം എനിക്ക് കിട്ടിയ വരും നീ അറിഞ്ഞിരിക്കുമല്ലോ. ഐ നോ ദാറ്റ് ലൈക്ക് മൈ ഫാദർ ആൻഡ് മദർ യു ഓൾസോ വാണ്ടഡ് മീ ടു ഗെറ്റ് ദിസ് ഓണർ. എൻ്റെ അച്ഛനെയും അമ്മയും പോലെ തന്നെ നീയും എനിക്കിത് കിട്ടണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. നൗ ഐ എം റിയലി ഓവർവെൽമഡ് വിത്ത് എ മിക്സ്ചർ ഓഫ് ഇമോഷൻസ്. നേരത്തെ ഡയറിയിൽ എഴുതിയ അതേ ഡയലോഗാണ്. എനിക്കിപ്പോൾ വികാരം കൊണ്ട് അടങ്ങി നിൽക്കാൻ വയ്യ, അത്രയും വികാരങ്ങൾ എൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുകയാണ്. ദെൻ മൈ ഹാർട്ട് ഈസ് ഫിൽഡ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ് ടു എവറി വൺ ഹു വിഷ്ഡ് ആൻഡ് പ്രേഡ് ഫോർ മൈ സക്സസ് ആൻഡ് ഗുഡ് ഫ്യൂച്ചർ. നേരത്തെ ഡയറിയിൽ എഴുതിയ അതേ വാക്കുകൾ തന്നെയാണ്. എൻ്റെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചവരും പ്രയത്നിച്ചവരും അടക്കമുള്ള നന്ദി എനിക്ക് ഒരുപാടുണ്ട്. പിന്നെ എന്താണ്, ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം ഡീപ്ലി താങ്ക്ഫുൾ ടു മൈ പാരൻസ് ഹു ഷേപ്പ്ഡ് മൈ ലൈഫ്. ആദ്യം തന്നെ എന്നെ ഈ ഒരു നിലക്കെത്തിച്ച എൻ്റെ പാരൻസിനോട് ഞാൻ നന്ദി പറയുന്നു. മൈ ഫാദർ വിൽ ഹാവ് ബീൻ ഹാപ്പി ഇൻ ദ ഹെവൻ. നമ്മൾ ഡയറിയിൽ എഴുതിയ അതേ കാര്യം തന്നെയാണ്. സ്വർഗ്ഗത്തിൽ വെച്ച് തീർച്ചയായിട്ടും എൻ്റെ അച്ഛൻ എന്ത് ചെയ്യുന്നുണ്ടാവും, എനിക്ക് നോബൽ പ്രൈസ് കിട്ടിയ വാർത്ത അറിഞ്ഞ് സന്തോഷിക്കുന്നുണ്ടാവും. ദെൻ ഡിയർ SLD, ഹൗ ക്യാൻ ഐ റീപേ യുവർ ഡെബ്സ്. ഞാൻ എങ്ങനെയാണ് നിന്നോടുള്ള നന്ദി തിരിച്ചടക്കുക, നീ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തതല്ലേ. യു ട്രൈഡ് ടു ഓപ്പൺ ഡോർസ് ഫോർ മീ ഫോർ നോ വൺ ഡയർഡ് ടു ബിലീവ് ഇൻ മീ. നേരത്തെ ഡയറി പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ആരും എന്നെ കെയർ ചെയ്യാതിരുന്ന സമയത്ത്, എന്നെ ആരും പരിഗണിക്കാതിരുന്ന സമയത്ത് നീ എനിക്ക് എല്ലാ സപ്പോർട്ടും നൽകിയവളാണ്. ദെൻ ഐ എം ഗ്രേറ്റ്ലി ഇൻഡക്റ്റഡ് ടു മൈ റീഡേഴ്സ് ടു. അതേപോലെ തന്നെ എൻ്റെ വായനക്കാരോടൊക്കെ ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ആൻഡ് മോസ്റ്റ് ഓഫ് ഓൾ ഐ എം ഇൻഡക്റ്റഡ് ടു ദ അക്കാദമി ഫോർ ട്രസ്റ്റ് മീ ടു ദിസ് ഓണർ. എനിക്ക് ഈ ഒരു നേട്ടം നൽകിയിട്ടുള്ള, എനിക്കൊരു അവസരം നൽകിയിട്ടുള്ള അക്കാദമിയോട് ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നു. ഇതൊക്കെ നേരത്തെ ഡയറിയിൽ എഴുതി അതേ കാര്യം തന്നെയാണ് കേട്ടോ. അത് അതേമാതിരി പഠിക്കുക. ആൻഡ് വൺസ് അഗൈൻ ഐ ഗിവ് മൈ ഹാർട്ട്ഫുൾ താങ്കിങ്സ് ടു യു ഡിയർ. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ എല്ലാ നന്ദിയും നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഐ എം കൺക്ലൂഡിങ് മൈ ലെറ്റർ ബൈ എക്സ്പെക്ടിങ് ദാറ്റ് യു വിൽ കം ടു സീ മീ സൂൺ. നീ ഉടനെ തന്നെ എന്നെ കാണാൻ വരുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഈ കത്ത് അവസാനിപ്പിക്കുകയാണ്. എക്സ്പെക്ടിങ് യുവർ ഫേവറബിൾ റിപ്ലൈ. നിൻ്റെ അനുകൂലമായ മറുപടി പ്രതീക്ഷിക്കുന്നു. കൺവേ മൈ വാം റിഗാർഡ്സ് ടു ഓൾ യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. നിൻ്റെ സുഹൃത്തുക്കൾക്കും അതേപോലെ തന്നെ കുടുംബക്കാർക്കൊക്കെ എൻ്റെ അന്വേഷണം അറിയിക്കുക. സൈഡ് അയക്കണം മക്കളെ. നട്ട പാതിരായി. ഓക്കെ, വീഡിയോ ചെയ്ത് മരിക്കാനയക്കണ്. സോ US ലവിംഗ്ലി, നിങ്ങൾക്ക് സ്നേഹത്തോടെ എന്ത് ചെയ്യുന്നു, സെൽമ ലെഗലോഫ് എന്ന് പേര് ചെയ്താൽ, കത്തയക്കുന്ന ആളുടെ പേര് ചെയ്താൽ പിന്നെ ഒരിക്കലും സൈൻ ചെയ്യരുത്, പകരം SD എന്നിട്ടാൽ മതി കേട്ടോ. എന്നിട്ട് ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡയറി, ലെറ്റർ, അതേപോലെ തന്നെ നമ്മുടെ അനൗൺസ്മെൻറ്റ് എല്ലാം സിമ്പിളാണെന്ന് മനസ്സിലായില്ലേ. ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മറ്റുള്ളതൊക്കെ ഇത് എല്ലാത്തിലും കണ്ടൻറ്റൊക്കെ സെയിം ആണ്. ഡയറിയിലും ലെറ്ററിലൊക്കെ കണ്ടൻറ്റ് സെയിം ആണ്. ഫോർമാറ്റ് മാത്രം മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ മക്കളെ പഠിക്കാൻ നന്നായിട്ട് പരീക്ഷ ചെയ്താൽ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.